ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോബ്ര കൈ സീരീസിൻ്റെ സീസൺ 6ൻ്റെ പാർട്ട് 2 ആണ്. മൊത്തത്തിൽ 5 എപ്പിസോഡാണ് പാർട്ട് 2ൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സെക്കായി ടെക്കയുടെ ഇൻട്രൊഡക്ഷനും കാണിച്ചുകൊണ്ടാണ്. എന്നിട്ട് ഓരോ ടീമിൻ്റെയും ക്യാപ്റ്റൻസിനെ മുമ്പിലോട്ട് വിളിച്ച് ഹെഡ് ബാൻഡ് കെട്ടാനായി പറയും. ആ സമയം മിഗ്വേലിന് ക്യാപ്റ്റൻ ആവാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഉണ്ടാവും. ഈ കോമ്പറ്റീഷൻ്റെ ഫൈനൽ 4ൽ വരുന്ന ടീമുകളെ മത്സരിപ്പിച്ച് ആ ഡോജോസ് നേടിയ പോയിൻറ്റ്സ് എല്ലാം ടാലിയാക്കിയതിന് ശേഷമാണ് വിജയിയെ പ്രഖ്യാപിക്കുക. ടീം ഇവൻറ്റ് നാളെ നടത്തുന്നതാണ്. അതുവരേക്കും നിങ്ങൾ ഇവിടേക്ക് ചുറ്റിക്കറങ്ങി നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ശത്രുക്കളെ. ഗുഡ് ലക്ക് ആൻഡ് വെൽക്കം ടു സെക്കായി ടെക്കായി എന്ന് പറഞ്ഞ് അവരെല്ലാം സ്വാഗതം ചെയ്യും. ശേഷം ബാഴ്സലോണയിലുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരിക്കും കാണിക്കുന്നത്. എന്നിട്ട് അവരെല്ലാം അവരുടെ ഹോട്ടൽ മുറിയിലേക്ക് എത്തും. അവിടുന്ന് ജോണി ഡാനിയലിനോട് അതെന്ത് തേങ്ങയാണ് അവിടെ കണ്ട്, നീ കാരണം ടോറി അവരുടെ ടീമിലേക്ക് പോയേ. അവൻ നീ എന്തൊക്കെയാ പറയുന്നത്, അവളുടെ അമ്മ മരിച്ചുപോയി, എന്നിട്ടും അവൾ അന്ന് ഫൈറ്റ് ചെയ്യണമെന്നായിരുന്നോ? അപ്പോൾ അവൾ ക്രീസിൻ്റെ അടുത്തേക്ക് പോയതിൽ അത്ഭുതപ്പെടാനില്ല. ശേഷം മിഗ്വേൽ, റോബി, ഹോക്ക്, ഡെമിട്രി ഇവർ 4 പേരും ഏതൊക്കെ മുറിയിൽ ആരൊക്കെയാണ് കിടക്കുന്നത് എന്നാലോചിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ഡെമിട്രി റോബിയോട് നമുക്കൊരു റൂമിലാകാമെന്ന് പറയും, ഹോക്കിൻ്റെ കൂടെ ആവാതിരിക്കാൻ വേണ്ടി. ഇവർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഹോക്ക് മിഗ്വേലിൻ്റെ കൂടെ കൂടും. പെട്ടെന്നാണ് അവിടേക്ക് കോബ്ര കൈ ടീംസായ കോണും പിള്ളേരും വരുന്നത്. ഓ, അപ്പോൾ നിങ്ങളാണല്ലേ ഫേമസ് മിയാഗിഡോ? കുറേ കേട്ടിട്ടുണ്ട്, പക്ഷേ കണ്ടിട്ട് മുട്ടാൻ മാത്രമുള്ളതുകൊണ്ടോന്ന് തോന്നുന്നില്ല. അപ്പോൾ ഹോക്ക്, ആണോ? അത് നീ മാറ്റിൽ കയറി കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. അവിടുന്ന് റോബിയും മിഗ്വേലും അവനെ കൂട്ടിക്കൊണ്ടു പോകും. അവിടുന്ന് ടോറിയെ കാണുമ്പോൾ റോബി അവളുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴേക്കും അവൾ പോയിട്ടുണ്ടാകും. ശേഷം അവളുടെ മുറിയിലേക്ക് മാസ്റ്റർ കിമ്മും ക്രീസും എത്തും. ശരിക്കും കിമ്മിന് ടോറിയെ അവരുടെ ടീമിൽ ചേർക്കാൻ തീരെ താല്പര്യമുണ്ടാവില്ല. ഇവൾ അന്ന് കോബ്രക്കായിലുള്ള സമയം മറുകണ്ഠം ചാടിയത് അവൾക്ക് മറക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നിട്ട് ക്രീസ്, എനിക്കറിയാം നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ നിന്റെ തീരുമാനം തെറ്റിയിട്ടില്ല. നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ ജയിച്ചിരിക്കും, എനിക്കറിയാമത്. ശേഷം ജോണിയും ഡാനിയലും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലും. ഡാനിയൽ ബാക്കിയുള്ളവരോട് അവിടെ മിയാഗിഡോൻ്റെ മഹിമ വർണ്ണിക്കുന്നതിനിടയിൽ ജോണി എന്തെങ്കിലും കഴിക്കാനായി പോകും. അവിടുന്ന് ജോണി എടുക്കാൻ വെച്ച 2 മീറ്റ് വേറൊരാൾ എടുക്കും. അവൻ, ഹേയ്, ഒരെണ്ണം എനിക്കും കൂടെ വെക്ക്. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിനും കൂടിയാണ്, നിങ്ങൾക്ക് വേണേൽ നിങ്ങൾ ആദ്യം എടുക്കണമായിരുന്നു, അതിന് ഇത് നിങ്ങൾ കൊണ്ടുപോയിട്ട് വേണ്ടേ എന്ന് പറഞ്ഞ് ഒരടി ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡാനിയൽ വന്നത് സോൾവ് ആക്കും. ശേഷം എല്ലാ ഡോജോസിൻ്റെയും ക്യാപ്റ്റന്മാരുടെ ഫോട്ടോഷൂട്ടായിരിക്കും. അതിനിടയിൽ റോബിയെ ഒരു പെണ്ണ് വായി നോക്കും. എന്നിട്ട് ആ ചെക്കൻ ക്യൂട്ടായിട്ടുണ്ടല്ലേ എന്ന് ടോറിയോട് തന്നെ പറയും. ശേഷം സെക്കായി ടെക്കായി നടത്തുന്ന ആളുകളോട് തന്നെ ഈ സെക്കായി ടെക്കയുടെ ഹെഡ് ബാൻഡ് എത്ര കാലം മുന്നേയുള്ളതായിരിക്കും എന്ന് ഡാനിയൽ ചോദിക്കും. ഈ ഡിസൈൻ വെച്ച് 1950 അല്ലെങ്കിൽ 40 എന്ന് പറയും. മറുവശത്ത് ജോണി അവിടെ നിരത്തി വെച്ച നഞ്ചക്കെടുത്ത് വീശി കളിക്കാൻ തുടങ്ങും. അവിടുന്ന് സ്വയം സെൻസൈ ജോണി ലോറൻസ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. മിയാഗിഡോ സെൻസൈ ആണെന്ന് പറയും. ശേഷം റോബി ടോറിയുടെ അടുത്തേക്ക് ചെല്ലും. ഈ ടൂർണമെൻറ്റ് മുഴുവനും എന്നെ അവോയ്ഡ് ചെയ്യാനാണോ പ്ലാൻ? അല്ല, പക്ഷെ ഇതാണ് എൻ്റെ തീരുമാനം. ആ ക്രീസ് നിന്നെ യൂസ് ചെയ്യാണ്, നിനക്കതറിയാം. നിനക്കിപ്പോഴും ഓപ്ഷൻസ് ഉണ്ട്. എന്തോ ഓപ്ഷൻസ്? മിയാഗിഡോയിൽ എനിക്ക് എന്ത് വിലയാണ് ഉള്ളത്? സാം ആയിരിക്കണം എപ്പോഴും ക്യാപ്റ്റൻ. അതിനൊരു എക്സ്ക്യൂസ് കിട്ടാനായി കാത്തിരിക്കുകയാണ് അവർ. അവൻ, നിൻ്റെ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കുമെന്ന് പറഞ്ഞതല്ലേ, നമുക്കിതിപ്പോൾ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് അവൾ പോകുന്നു. ഇത് സാം കാണുന്നുണ്ടാവും. ശേഷം എല്ലാ ഡോജോ ഫൈറ്റേഴ്സും ഒരു ഗെയിം കളിക്കുന്നുണ്ടാവും. അവിടേക്ക് മിയാഗിഡോ എത്തും. ഏറ്റവും ഉയരത്തിൽ കറങ്ങി കിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഗെയിം. ആർക്കും കോണിനെ കടത്തിവെട്ടാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് കോൺ തന്നെ USA മിയാഗിഡോയെ ഇതിലേക്ക് വലിച്ചിടും. ശേഷം ഡാനിയലിനോട് സെക്കായി ടെക്കായിലുള്ള ആൾ ചിലപ്പോൾ ഈ ഹെഡ് ബാൻഡിനെ കുറിച്ച് ഒരാൾക്കറിയാമായിരിക്കും, മാസ്റ്റർ സെറാനോ. അതാരാന്ന് ചോദിക്കുമ്പോൾ കിം ലെജൻഡറി ചാമ്പ്യനാണെന്ന് പറയും. അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? കുറച്ച് വർഷങ്ങളായി ടൂർണമെൻറ്റിലോട്ടൊന്നും വരാത്തതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല, പക്ഷേ ഈ ബാഴ്സലോണയിൽ തന്നെ ഉണ്ട് ആൾ. വേണേൽ നമ്പറോ അഡ്രസ്സോ ഒപ്പിച്ചു തരാമെന്ന് പറയും. അവിടുന്ന് ജോണിയും ക്രീസും തമ്മിൽ ഒരു ഒരസലുണ്ടാകുമെന്ന് അറിയാവുന്ന ഡാനിയൽ അവരെ പിടിച്ചു മാറ്റാനായി നോക്കും. ആ സമയത്താണ് വെള്ളമടിച്ച് കിറങ്ങി നിൽക്കുന്ന ചോസനെ അവിടെ കാണുന്നത്. ബാഡ്ജ് ഇല്ലാത്തതുകൊണ്ട് അവിടേക്ക് കടത്തി വിടുന്നുണ്ടാവില്ല. ഞാൻ മിയാഗിഡോൻ്റെ ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ക്രീസിന് ചിരിയായിരിക്കും വരുന്നത്. മറുഭാഗത്ത് ക്യാപ്റ്റനായ റോബി അവരെ വിളിച്ചുകൊണ്ട് പോകും. അതിനിടയിൽ കോൺ ചാലഞ്ചിൽ നിന്ന് പേടിച്ച് ഓടുകയാണോ? നിൻ്റെ ഗേൾ ഫ്രണ്ട് ഞങ്ങളുടെ ടീമായതുകൊണ്ടാണോ?
ഇത് കേട്ട റോബി വിട്ടുകൊടുക്കാൻ നിന്നില്ല. ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യൂ കോൺ, എന്നാൽ അതിനു മുമ്പ് ഒരു ബെറ്റ് വെക്കാം. നീ ജയിക്കുകയാണെങ്കിൽ എൻ്റെ റൂം നീയും, ഞാൻ ജയിക്കുകയാണെങ്കിൽ നിൻ്റെ റൂം ഉൾപ്പെടെ ഞാനും എടുക്കും. അവൻ അതിൽ സമ്മതിക്കും. ഡെമിട്രി, നീ നമ്മുടെ റൂം പണയം വെച്ചോ. ഇതാണോ ടീം ഡിസിഷൻ? ഞാൻ പണയം വെച്ചതല്ല, ഒരു എക്സ്ട്രാ റൂം കൂടെ നമുക്ക് കിട്ടുന്നു, അത്രയേ ഉള്ളൂ. റോബി, ഇത് ഞാനേറ്റു എന്ന് പറഞ്ഞ് ആ വരകളൊക്കെ മറികടന്ന് ഏറ്റവും ഉയരത്തിൽ കിക്ക് ചെയ്യും. അടുത്തത് കോണിൻ്റെ ഊഴമായിരിക്കും. അവൻ അതിലും ഉയരത്തിൽ വരയിടുകയാണ്. ഇത് കണ്ട് മറ്റവരും അന്തരാകും. അവരുടെ റൂംസ് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. പേടിക്കണ്ട, നിങ്ങളുടെ പെട്ടിയും സാധനങ്ങളെല്ലാം ഹാളിൽ കിടക്കുന്നുണ്ടാവും. എന്നിട്ട് കോബ്ര കൈ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരവിടുന്ന് പോകുന്നു. ശേഷം ഡാനിയൽ, നീ എന്തിനാ ഇങ്ങനെ കുടിച്ച് ഇവിടെ വന്ന് അലമ്പുണ്ടാക്കുന്നത്? നീ എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഒക്കിനാവയിലേക്ക് പോയിരുന്നു, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണിനെ കാണാൻ. അവിടെ ചെന്നപ്പോൾ വാതിൽ തുറന്നു തരുന്നത് വേറെ ഏതോ ഒരുത്തൻ, അതും ഒന്നുമിടാതെ ടവൽ മാത്രം കെട്ടിയിട്ടു. അവൾ ആ സമയം കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത്രേ. ദേഷ്യം വന്ന് ഞാൻ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് ഓരോ സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങും. ജോണിയും ഡാനിയലും അവനെ സമാധാനിപ്പിക്കുകയാണ്. ശേഷം റൂം നഷ്ടപ്പെട്ട അവരെല്ലാം ഒരു മുറിയിൽ കിടക്കാനായി തീരുമാനിക്കും. അങ്ങനെ കിടന്നിട്ട് സാമിനും ഡേവോണും ഉറക്കം വരുന്നുണ്ടാവില്ല. കോണൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങും. വേറൊരു ഭാഗത്ത് മറ്റേ 4 പേര് കിടക്കയിരിക്കും. ആ നേരം ഡെമിട്രി 4 വളി അങ്ങ് വിടും. ഇത് സഹിക്കാൻ പറ്റാണ്ട് ഉറങ്ങിയവർ പോലും എഴുന്നേക്കും. ഓക്ക്, നിനക്ക് എന്തിൻ്റെ കേടാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ കിടക്കും. വേറൊരു റൂമിൽ ഡാനിയൽ നല്ല സുഖത്തിൽ ഉറങ്ങുമ്പോൾ ജോണിക്കത് പറ്റുന്നുണ്ടാവില്ല. കാരണം അടിയിൽ ചോസൻ്റെ ഒടുക്കത്തെ കൂർക്കം വലിയിരിക്കും. ജോണി ഒരു തട്ട് വെച്ച് കൊടുക്കും. ടോറിയും റോബിയും ഉറക്കം കിട്ടാതെ കിടക്കും. അവിടുന്ന് റോബി എണീച്ചു പോകുന്നത് മിഗ്വേൽ കാണുകയാണ്. ടോറിയുടെ അടുത്തേക്ക് ചെല്ലും, അവളോട് സംസാരിക്കാൻ. അവൾ, ഈ സമയം നമ്മൾ 2 പേരെയും കണ്ടാൽ പണിയാകും. ഇതൊക്കെ നിർത്തിയിട്ട് കരാട്ടയിൽ ഫോക്കസ് ചെയ്യുന്നതാ നമുക്ക് നല്ലത്. ഇതാണ് എൻ്റെ തീരുമാനം. റോബി, അപ്പോൾ ഇതൊരു ബ്രേക്കപ്പ് ആണോ? അല്ല, നമ്മുടെ നല്ലതിന് വേണ്ടിയാ. നാളെ നമ്മൾ എതിരാളികളായി നിൽക്കേണ്ടവരാ. ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തവൻ അവിടുന്ന് പോകും. ശേഷം രാവിലെ സെക്കായ് ടെക്കയുടെ ഫസ്റ്റ് ഇവൻ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. ക്യാപ്റ്റൻസ് വാർ എന്നാണ് ഈ ഇവൻറ്റിൻ്റെ പേര്. നിങ്ങളുടെ ക്യാപ്റ്റൻസ് എങ്ങനെ നിങ്ങളുടെ ടീമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഓരോ ഗ്രൂപ്പിലും 4 ഡോജോസ് ആയിരിക്കും ഉള്ളത്. അതിൽ ഒരു ഗ്രൂപ്പിൽ തന്നെയായിരിക്കും കോബ്ര കൈയും മിയാഗി ഡോയും. ഒരു മാറ്റിൻ്റെ ഉള്ളിൽ 4 ഡോജോസിലെ ആളുകൾ നിൽക്കുക. അതിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ആരൊക്കെ മാറ്റിൻ്റെ പുറത്തേക്ക് പോകുന്നു അവർ ഔട്ടാകും. മറിച്ച് ക്യാപ്റ്റനാണ് പോകുന്നതെങ്കിൽ ആ ടീം മുഴുവനും ഔട്ടാകും. അവസാനം ക്യാപ്റ്റനായ റോബിയെ കോൺ ഔട്ടാക്കുന്നതോടെ ആ ടീം മുഴുവൻ ഔട്ടാകും. മിഗ്വേലിന് നല്ല കലിപ്പുണ്ടാവും. ഓക്ക്, നീ നന്നായിട്ട് തന്നെ ചെയ്ത്, ക്യാപ്റ്റൻ അല്ലേ പാളിയത്. അങ്ങനെ കോബ്രക്കായി ആയിരിക്കും ജയിക്കുന്നത്. അതിൽ അവശേഷിക്കുന്നത് 3 പേരും. ഇനി വേറൊരു ടീമിൻ്റെ കൂടെയും അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണ്. അയേൺ ഡ്രാഗൺസ് എന്നായിരിക്കും അവരുടെ ഡോജോ നെയിം. അതിൽ 6 പേരുണ്ടാകും. എന്താ ഇവിടെ നടക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അതിൽ 4 പേര് പോയി ബാക്കി 2 എണ്ണം അവിടെ നിൽക്കും. അവരുടെ കൂടെ വേണം മത്സരിക്കാൻ. അങ്ങനെ കോബ്രക്കായിലുള്ളവരെ പുഷ്പം പോലെ തോൽപ്പിക്കുകയാണ്. ആ ടീമിൻ്റെ സെൻസേ വേറെ ആരുമല്ല, ജോണിക്ക് മീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ടല്ലോ, അയാളായിരിക്കും അത്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.